ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ അതിലെ ടോപ്പിക്ക് വാട്ടർ ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് വാട്ടർ ക്വാളിറ്റി ആണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQസും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ LPCD റിക്വയർഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് അക്കോർഡിംഗ് ടു IS കോഡ്. ഓൺ ദ ബേസിസ് ഓഫ് IS കോഡിൽ എത്രയാണ് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. ഇതിന്റെ ആൻസർ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ എന്ന് പറയുന്നത് 135 LPCD ആണ്. അതല്ല, സപ്പോസ് ഡെവലപ്ഡ് കൺട്രീസിലെ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദ ആൻസർ എന്ന് പറയുന്നത് 340 LPCD ആയിരിക്കും. ബിക്കോസ് ഓഫ് ദേ ലീവ് എ ലക്ഷറിയസ് ലൈഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആവറേജ് കൺസപ്ഷൻ ഓഫ് വാട്ടർ റിക്വയർഡ് ഇൻ ഫാക്ടറീസ് ഇൻ LPCDs. ഫാക്ടറീസിൽ ആവറേജ് കൺസപ്ഷൻ ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസിൽ റേഞ്ചസ് ഓഫ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സീരിയൽ നമ്പർ 3 and 4 നോക്കുകയാണെങ്കിൽ എന്താണ് ഫാക്ടറീസ് വിത്ത് നോ ബാത്റൂമും ഫാക്ടറീസ് വിത്ത് ബാത്റൂമും രണ്ട് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫാക്ടറീസിന് വേണ്ടിയിട്ട്. അതായത് ഫാക്ടറീസ് വിത്ത് നോ ബാത്റൂം ആണെങ്കിൽ 30 പെർ ഹെഡും ഫാക്ടറീസ് വിത്ത് ബാത്റൂം ആണെങ്കിൽ ഇറ്റ്സ് 45 പെർ ഹെഡും ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ഫാക്ടറീസ് വിത്ത് ബാത്റൂം ആണോ ഫാക്ടറീസ് വിത്തൗട്ട് ബാത്റൂം ആണോ എന്ന്. സോ നമുക്കറിയാം ഒരു വാല്യൂ റേഞ്ച് ഓഫ് വാല്യൂ നമുക്ക് പറയാൻ പറ്റും. അതായത് ദ വാല്യൂ വിൽ ബി റേഞ്ചിങ് ഫ്രം 30 to 45. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 30 to 45 ആയിരിക്കും. അതേപോലെ വേറെ ടൈപ്പ് ഓഫ് ബിൽഡിംഗും അതിന്റെ കൺസെപ്ഷനും തന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ എത്രയാണ് നമ്പർ ഓഫ് ബെഡ്സ് നോട്ട് എക്സീഡിങ് 100 ഉണ്ട്, നമ്പർ ഓഫ് ബെഡ്സ് എക്സീഡിങ് 100 ഉണ്ട്. ബെഡ്സ് 100ൽ കുറവാണെങ്കിൽ എത്രയാണ് 340 പെർ ഹെഡ് ആണ്. അതേപോലെ ഹോസ്പിറ്റൽസ് വിത്ത് നമ്പർ ഓഫ് ബെഡ്സ് എക്സീഡിങ് 100 ആണെങ്കിൽ 450 പെർ ഹെഡും ആണ്. അതേപോലെ റെസ്റ്റോറൻറ്റ്സ് തന്നിട്ടുണ്ട് 40 പെർ സീറ്റ്, ഹോട്ടൽസ് 180 പെർ സീറ്റ്, തിയേറ്റേഴ്സ് 15 പെർ സീറ്റ്, നഴ്സ് റൂംസ് മെഡിക്കൽ ക്വാർട്ടേഴ്സ് എക്സെട്ര 135 പെർ ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following represents the value of hourly variation factor? അവർലി വേരിയേഷൻ ഫാക്ടർ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 1.5 ആണ്. ഇത് ന്യൂമറിക്കലിന്റെ ടൈമിലൊക്കെ യൂസ് ആവുന്നതാണ്. ഒരുപാട് ടൈമിൽ MCQയിൽ ചോദിച്ചിട്ടുമുണ്ട് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി കൺസപ്ഷനും മാക്സിമം അവർലി കൺസപ്ഷനും. മാക്സിമം ഡെയിലി കൺസപ്ഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 1.8 ഇൻറ്റു ആവറേജ് ഡെയിലി കൺസപ്ഷൻ. അതേപോലെ മാക്സിമം അവർലി കൺസപ്ഷൻ എന്ന് പറയുന്നത് അവർലി വേരിയേഷൻ ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡെയിലി കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ 24. അതായത് ക്വസ്റ്റ്യനിൽ ആവറേജ് ഡെയിലി കൺസപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാക്സിമം അവർലി കൺസപ്ഷൻ ആയിരിക്കും. സോ ആവറേജ് ഡെയിലി കൺസപ്ഷൻ യൂസ് ചെയ്തിട്ട് മാക്സിമം ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കുക, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് അവർലി വെരിഫിക്കേഷൻ ഫാക്ടർ നമുക്കറിയാം 1.5 ആണ് ഡിവൈഡഡ് ബൈ 24. 24 എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അവർലി കൺസപ്ഷൻ ആണ്, നമ്മുടെ കയ്യിലുള്ളത് ഡെയിലി വാല്യൂ ആണ്. സോ ഡിവൈഡഡ് ബൈ 24 you will get hourly consumption. Next question, in which method of population forecasting increase in population from decade to decade is assumed constant? ഏത് മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിലാണ് നമ്മൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഫ്രം ഡിക്കേഡ് ടു ഡിക്കേഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ആൻസർ നമുക്ക് അറിയാവുന്നതാണ്. ഏത് മെത്തേഡാണ്? അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിലാണ് നമ്മൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മൾ ഡൊമസ്റ്റിക് ഇൻക്രീസ് ഇൻ മെത്തേഡിൽ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്? ഡൊമസ്റ്റിക് ഇൻക്രീസ് മെത്തേഡിൽ വി ആർ അസ്യൂമിങ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഫ്രം decade is assumed constant. Next question, the water distribution networks are generally designed for a period of. Water distribution networks എത്ര പീരീഡിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് 30 years ആണ്. വേറെ കുറച്ച് കമ്പോണൻസും അതിന്റെ ഡിസൈൻ പീരീഡ്സും തന്നിട്ടുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് ആണെങ്കിൽ 15 years, പൈപ്പ് കണക്ഷൻ ആണെങ്കിൽ 30 years, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ 30 years, സർവീസ് റിസർവോയേഴ്സ് ആണെങ്കിൽ 15 years. ഇത് ഓർത്ത് വെച്ചേക്കുക, കമ്പോണൻസ് ആൻഡ് their design period. Next question, the value of peak factor considered in the estimation of demand for the population of 1 lakh is. Value of peak factor എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് for a population of 1 lakh. ഇത് ഓൾറെഡി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് IS കോഡ്സിൽ തന്നിട്ടുണ്ട്. അതായത് പീക്ക് ഫാക്ടർ ഫോർ എ പോപ്പുലേഷൻ ഓഫ് 50,000 ആണെങ്കിൽ വാല്യൂ 3 ആയിരിക്കും. ഫോർ എ പോപ്പുലേഷൻ ബിറ്റ്വീൻ 50,000 to 2 lakh ആണെങ്കിൽ 2.5. ഫോർ എ പോപ്പുലേഷൻ മോർ ദാൻ 2 lakh ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും.
നമ്മുടെ ക്വസ്റ്റ്യനിൽ 1 lakh ആണ് പോപ്പുലേഷൻ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ 50,000 ആൻഡ് 2 lakh. വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കോൺസെൻട്രേഷൻ ഫോർ ഫ്ലൂറൈഡ്സ് ഡിസൈറബിൾ ഇൻ വാട്ടർ ഈസ്. ഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ്, എത്ര കോൺസെൻട്രേഷൻ വരെ വാട്ടറിൽ അലൗബിൾ ആണ് എന്നാണ്, അതായത് പെർമിസിബിൾ ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 1 mg/ലിറ്റർ ആണ്. 1 mg/ലിറ്റർ വരെ അലൗഡ് ആണ്. ബിക്കോസ് 1 mg/ലിറ്റർ വരെ ഫ്ലൂറൈഡ്സ് വാട്ടറിൽ ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ ടീത്തിന്, അതായത് പല്ലുകൾക്ക് കാവിറ്റീസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വളരെ നല്ലതാണ്. പക്ഷേ എപ്പോഴാണ് ഫ്ലൂറൈഡ്സിന്റെ അളവ് 1 mg/ലിറ്ററിൽ കൂടുതലാവുന്നത്, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ടീത്തിനും ബോണിനും ഒക്കെ സംഭവിക്കാനിടയുണ്ട്. അതായത് when the fluorides content is greater than 1.5 mg/liter, which will result in the decoloration of teeth. അതേപോലെ തന്നെ ഫ്ലൂറൈഡ്സ് ഗ്രേറ്റർ ദാൻ 5 mg/liter ആണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ബോൺ ഫ്ലൂറോസിസ്. അതേപോലെ CFR എന്ന് പറയുന്നത് കോസ് ഫോർ റിജക്ഷൻ ആണ്. കോസ് ഫോർ റിജക്ഷൻ ഈസ് 1.5 mg/liter. ദാറ്റ് ഈസ് 1.5 mg/liter കൂടുതലാണ് ഫ്ലൂറൈഡ്സിന്റെ കണ്ടന്റ് എങ്കിൽ we will reject that. Next question, the prescribed permissible limit of chloride in drinking water. Chlorides എത്ര permissible limit വരെ drinking waterൽ ഉണ്ടാവാമെന്ന്. Value is 250 mg/liter and the CFR, that is cause for rejection, is 1000 mg/liter. Next one, the size of suspended solids lies in the range of. Suspended solids in the size ഏത് റേഞ്ചിലാണ് വരുന്നതെന്ന് വെച്ചാൽ ആൻസർ 10⁻⁻1 to 10⁻⁻3 millimeter. സസ്പെൻഡഡ് സോളിഡ്സിനെ കൂടാതെ വേറെയും ഉണ്ട്, ഡിസോൾവ്ഡ് സോളിഡ്സ് ഉണ്ട്, കൊളോയിഡൽ സോളിഡ്സ് ഉണ്ട്. അതിന്റെ സൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ സോളിഡ്സ് ആണെങ്കിൽ 10⁻³ to 10⁻⁶ mm, അതേപോലെ ഡിസോൾവ്ഡ് സോളിഡ്സ് ആണെങ്കിൽ ലെസ് ദാൻ 10⁻⁻6 mm ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സസ്പെൻഡഡ് സോളിഡ്സ് ആർ മെഷേർഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സസ്പെൻഡഡ് സോളിഡ്സ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ടർബിഡിറ്റി റോൾ. ടർബിഡിറ്റി റോൾ വെച്ചിട്ട് എന്തായിരിക്കും? ടർബിഡിറ്റി ആയിരിക്കും മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഈ ഓപ്ഷൻ. അടുത്തത് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ. അതും എന്തിനു വേണ്ടിയിട്ടാണ്? ടർബിഡിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഉള്ളത് ഗ്രാവിമെട്രിക് ടെസ്റ്റ് ആൻഡ് ക്രോമറ്റോഗ്രാഫി. ക്രോമറ്റോഗ്രാഫി എന്ന് വെച്ചാൽ അത് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന്, വാട്ടറിലെ സ്മെൽ അല്ലെങ്കിൽ ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്രോമറ്റോഗ്രാഫി. സോ ആൻസർ എന്ന് പറയുന്നത് ഗ്രാവിമെട്രിക് ടെസ്റ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കളർ ഓഫ് വാട്ടർ. വാട്ടറിന്റെ കളർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഏത് മെത്തേഡ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രാവിമെട്രിക് അനാലിസിസ്. എന്താണ് ഗ്രാവിമെട്രിക് അനാലിസിസ്? നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താണ്? സസ്പെൻഡഡ് സോളിഡ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാവിമെട്രിക്. ക്രോമറ്റോഗ്രാഫി എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ടിൻഡോമീറ്റർ മെത്തേഡ്. ടിൻഡോമീറ്റർ മെത്തേഡ് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കളർ ഓഫ് വാട്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതേപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റിസൾട്ട് നമ്മൾ ഏത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? TCU, ദാറ്റ് ഈസ് ട്രൂ കളർ യൂണിറ്റ് അല്ലെങ്കിൽ ഹേസൻ യൂണിറ്റ്. ഈ ഏതെങ്കിലും ഒരു യൂണിറ്റിലായിരിക്കും നമ്മൾ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ അലൗബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 TCU ആൻഡ് CFR is 15 TCU ആയിരിക്കും. 1 TCU എന്ന് പറയുന്നത് 1 mg പ്ലാറ്റിനം കൊബാൾട്ടിൻ 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിന് ഇക്വലന്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. Next question, the value of total hardness acceptable in potable water as per Indian standard. As per Indian standard എത്ര വരെ ടോട്ടൽ ഹാർഡ്നെസ് അക്സെപ്റ്റബിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് 200 mg/liter ആണ് as per code. പക്ഷേ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷനിൽ 200 mg/liter ഇല്ല. സോ ആൻസർ ഇവിടെ ഓൾമോസ്റ്റ് അടുത്ത് വരുന്നതെന്ന് പറയുന്നത് 300 ppm, 300 ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷനിൽ ഇതാണ് ആൻസർ. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 200 mg/liter, അതേപോലെ കോസ് ഫോർ റിജക്ഷൻ എന്ന് പറയുന്നത് 600 mg/liter ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസിൻഫെക്ഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് ഡൺ ടു റിമൂവ്. ഡിസിൻഫെക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രിങ്കിങ് വാട്ടറിൽ ചെയ്യുന്നത്? എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഫെക്ഷൻ എന്ത് കാരണം? ബാക്ടീരിയ വൈറസ് ഒക്കെ കാരണമാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. സോ ഡിസിൻഫെക്ഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബാക്ടീരിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഡിസിൻഫെക്ഷൻ മെത്തേഡ് ഫിസിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡും ഉണ്ട്. ഫിസിക്കൽ മെത്തേഡിൽ നമുക്ക് ബോയിലിങ്ങും UV ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ മെത്തേഡ്സിലാണെങ്കിൽ ക്ലോറിനേഷൻ, ബ്രോമിൻ ട്രീറ്റ്മെന്റ്, അയഡിൻ ട്രീറ്റ്മെന്റ്, ഓസോൺ ട്രീറ്റ്മെന്റ് എക്സെട്ര. Next one, nitrates more than 45 gram per liter in water leads to disease called. Nitrates
വാട്ടറിൽ 45 gram per ലിറ്ററിൽ കൂടുതലാണെങ്കിൽ എന്ത് ഡിസീസ് ആണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസീസിന്റെ പേര് ഇവിടെ ഓപ്ഷനിലില്ല. ഡിസീസ് എന്ന് പറയുന്നത് ബ്ലൂ ബേബി അല്ലെങ്കിൽ മെതിമോഗ്ലോബീനിയ എന്ന് പറയുന്ന ഡിസീസ് ആണ്. നൈട്രേറ്റ്സിന്റെ അളവ് 45 gram per ലിറ്ററിൽ കൂടുതലാണെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫോർകാസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഓൾഡ് ആൻഡ് വെരി ലാർജ് സിറ്റി? ഓൾഡ് ആൻഡ് വെരി ലാർജ് സിറ്റിയുടെ ഫോർകാസ്റ്റിങ്ങിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതാണ്? ആൻസർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ആണ്. ഓൾഡ് സിറ്റീസിന്റെ കേസിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡും. ഇൻ ദ കേസ് ഓഫ് യങ്ങർ സിറ്റീസ്, ന്യൂ ആൻഡ് യങ്ങർ സിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ജോമെട്രിക് പ്രോഗ്രഷൻ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെറ്റർ ടെസ്റ്റ് ടു ഐഡന്റിഫൈ കോളിഫോംസ്? സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കോളിഫോം? കോളിഫോം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റൗണ്ട് ഷേപ്പ് ബാക്ടീരിയ ആണ് കോളിഫോം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റ് ആണ് നല്ലതെന്നാണ് ചോദിക്കുന്നത്. ഇത് എല്ലാം കോളിഫോമിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഇതിൽ ഏതാണ് ബെറ്റർ വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബെറ്റർ വൺ എന്ന് പറയുന്നത് ഏതാണ്? മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്കാണ് ബെറ്റർ വൺ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോളിഫോം ഇൻഡെക്സ് മെത്തേഡും അതുപോലെ MPN ടെസ്റ്റും ഒന്നും നൗഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ബാക്ടീരിയൽ കോളനീസ് ബൈ അഗാർ പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പെർ ml ഫോർ പോർട്ടബിൾ വാട്ടർ. ബാക്ടീരിയൽ നമ്പർ ഓഫ് ബാക്ടീരിയൽ കോളനീസ് എത്ര കൂടാൻ പാടില്ല? പെർ ml ഓഫ് പോർട്ടബിൾ വാട്ടറിൽ എത്ര കൂടാൻ പാടില്ല? 100 per ml നമ്പർ 100 numbers per ml കൂടാൻ പാടില്ല. എന്ത്? നമ്പർ ഓഫ് ബാക്ടീരിയ കോളനീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് pH പ്രിഫേർഡ് ഫോർ പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടറിൽ എത്രയാണ് pH പ്രിഫർ ചെയ്തിരിക്കുന്നത്? വാല്യൂ ആൻസർ എന്ന് പറയുന്നത് 6.5 to 9 ആണ്. 6.5 കുറയാനും 9 കൂടാനും പാടില്ല. അതേപോലെ പക്ഷെ ഇത് പ്രിഫേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 to 8.5 ആണ്. പെർമിസിബിൾ ലിമിറ്റ് ആണ് 6.5 to 9. അതേപോലെ പ്രിഫർ ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 7 to 8.5 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോജിസ്റ്റിക് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ്. ലോജിസ്റ്റിക് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഡിക്രീസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ്. കാരണം എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡിൽ നമ്മൾ പെർസെൻറ്റേജ് ഗ്രോത്ത് ഇൻക്രീസും ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്, പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ഗ്രോത്തും ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. അതായത് ആ ഒരു പാത്ത് എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക് കർവ് പോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? ലോജിസ്റ്റിക് മെത്തേഡ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ഇൻ എ സിറ്റി ദ മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റ് ഓർ ഡിമാൻഡ് ഈസ് 25 mld, ഫയർ ഡ്രാഫ്റ്റ് ഈസ് 35 mld ആൻഡ് ദ മാക്സിമം അവർലി ഡ്രാഫ്റ്റ് ഈസ് 40 mld. വാട്ട് ഈസ് ദ കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ്? കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ്? കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റ് ആൻഡ് ഫയർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മാക്സിമം അവർലി ഡ്രാഫ്റ്റ്. അതായത് ഇതിൽ ഏതാണോ മാക്സിമം ഗ്രേറ്റർ വാല്യൂ വരുന്നത് അതായിരിക്കും കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റ് പ്ലസ് ഫയർ ഡ്രാഫ്റ്റ് കണ്ടുപിടിച്ചു നമുക്ക്. അതായത് 25 ആൻഡ് 35 എന്നത് 60 mld എന്ന് കിട്ടി. അതേപോലെ മാക്സിമം അവർലി ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 40 mld എന്ന് കിട്ടി. ഇതിൽ ഏത് വാല്യൂ ആണ് മാക്സിമം അല്ലെങ്കിൽ ഗ്രേറ്റർ വാല്യൂ? 60 mld. സോ കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 mld. ദാറ്റ് ഈസ് കോയിൻസിഡന്റ് ഡ്രാഫ്റ്റ് ഈസ് ഗ്രേറ്റർ ഓഫ് മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റ് പ്ലസ് ഫയർ ഡ്രാഫ്റ്റ് ആൻഡ് മാക്സിമം അവർലി ഡ്രാഫ്റ്റ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇനിയും പുതിയ ടോപ്പിക്സും അതിലെ ഇമ്പോർട്ടൻറ്റ് MCQs ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.